ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ കളകളുടെ ഉപമ നമ്മളോട് പറയുകയാണ്. ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ ഗോതമ്പൊക്കെ വിതച്ചിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇയാളുടെ ശത്രു വന്ന് അതിനിടയിൽ വിളകൾക്കിടയിൽ കള വിതച്ചിട്ട് കടന്നു പോവുകയാണ്. ഇത് വളർന്നു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജോലിക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആ കളകൾ പറിച്ചു മാറ്റട്ടെ. ഇദ്ദേഹം പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ കളകൾ പറിച്ചു മാറ്റുമ്പോൾ അതിനോടൊപ്പം വിളകളും നശിപ്പിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് കളകൾ വളരാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്യുന്നു? കൊയ്ത്തിന് ഭാഗമാകുന്ന സമയത്ത് ഇയാൾ യജമാനൻ പറയുകയാണ്, ആദ്യം തന്നെ കളകളൊക്കെ വെട്ടിയെടുത്ത് അത് ആദ്യം തന്നെ അഗ്നികുണ്ഡത്തിലേക്ക് എറി എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇതുപോലെ തന്നെയായിരിക്കും വിധി ദിവസത്തിൽ സംഭവിക്കുകയാണ്. ദുഷ്ടരും നല്ല മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് വളരുന്നുണ്ടല്ലോ. നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തിനാണ് ദൈവം ഈ ദുഷ്ടൻ ഇങ്ങനെ പന പോലെ വളർത്തുന്നത്? അതിനുള്ള കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, അവരങ്ങനെ വളർന്നാലും അവരുടെ അവസാനം തീകുണ്ഡത്തിലായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ചൊല്ലാണ്, വിള വിളമ്പാനുള്ളതാണ്, കള കളയാനുള്ളതാണ്. അത് വിളയുടെയും കളയുടെയും കാര്യത്തിലായാലും മനുഷ്യന്റെ കാര്യത്തിലായാലും അത് സത്യം തന്നെയാണ്. വിള വിളമ്പാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് നീക്കി വെക്കാനുള്ളതാണ്, കള കളയാനുള്ളതാണ്. അത് ഒന്നിനും ഉപകാരമില്ലാതെ കളയാനുള്ളതാണ്, അഗ്നിയിലേക്ക് എറിയപ്പെടാനുള്ളതാണ്. ഈശോ പറയുകയാണ്, മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയായിരിക്കും. വിധി ദിവസത്തില് നല്ലവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും, ബാക്കിയുള്ളവർ ദുഷ്ടന്മാരെ എല്ലാം അഗ്നിയിലേക്ക് എറിഞ്ഞു കളയും എന്ന് ഈശോ സുവിശേഷത്തിൽ പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ കളകളുടെ കൂട്ടത്തിൽ പെടാതെ വിളകളുടെ കൂട്ടത്തിൽ പെടാനായിട്ട് ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.